ഒരു പ്രസംഗത്തിനൊന്നും മുതിർന്നില്ല. നട്ടുച്ച വെയിലിനെ വകവെക്കാതെ നിങ്ങൾ എല്ലാവരും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ പോകുന്നത് 5 പതിറ്റാണ്ടിന്റെ ചരിത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാട് ആഗ്രഹിക്കുന്ന മാറ്റം, കേരളം ആഗ്രഹിക്കുന്ന മാറ്റം, അത് ഈ നാടിന്റെ മണ്ണിൽ നമ്മൾ സാധ്യമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്തവണ ഒരു ശക്തമായ പോരാട്ടത്തിനല്ല, ജയിക്കാൻ തന്നെയാണ് ഒരു സംശയവും വേണ്ട. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ അതിന് നിർണായകമായ സംഭാവന കോഴിക്കോട് ജില്ല കൊടുക്കും. ആ കോഴിക്കോട് ജില്ലയിലെ സംഭാവനയിൽ നിന്ന് നമുക്ക് നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നാടിനൊരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഭരണകൂടത്തോടുള്ള വിയോജിപ്പ് അവരുടെ പാർട്ടിക്ക് തന്നെ സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് ഓരോ ദിവസത്തെ പ്രതികരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു യുവസാരഥി ഈ നാദാപുരത്തിന്റെ മണ്ണിൽ UDFന്റെ കണ്ണിലുണ്ണിയായി ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഇനി ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറും. യുവജന രാഷ്ട്രീയ രംഗത്ത്, സംഘടനാ രാഷ്ട്രീയ രംഗത്ത്, വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാം. ഇതുപോലെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇതുപോലെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, പോലീസിന്റെ കണ്ണിന്റെ മുമ്പിൽ വരെയിട്ട് തിരുവനന്തപുരത്തിന്റെ തെരുവുകളിൽ പോലീസിന്റെ ധിക്കാരവും അഹങ്കാരവും ഈ ശരീരത്തിൽ ലാത്തുകൾ ആഞ്ഞാഞ്ഞു വീശിയപ്പോഴും ഇഷ്ടപ്പെട്ട പ്രസ്ഥാനത്തിന്റെയും മുന്നണിയുടെയും അടിയുറച്ച പ്രവർത്തകനായി ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ധീരമായ പോരാട്ടത്തിന്റെ പ്രതീകമായി നമുക്കൊപ്പം നിർത്താവുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാനൊരു കാര്യം പറയാം, സമീപകാല ചരിത്രത്തിൽ നാദാപുരത്തുകാർക്ക് തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റിയ ഒരു MLA കിട്ടാൻ പോവുകയാണ്. പിടിച്ചു നിർത്തി കാര്യം പറയാൻ പറ്റുന്ന ഒരു MLA കിട്ടാൻ പോവുകയാണ്. നാടിന്റെ വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനെ സ്വന്തം വീട്ടിലൊരു കുട്ടി MLA ആയാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ KM അഭിജിത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇന്നലെ അദ്ദേഹം ടിവിയിൽ നടത്തിയ പ്രതികരണം ഞാൻ ഡൽഹിയിലായിരുന്നു, എനിക്ക് കാണാനിട വന്നു. അതിൽ പറഞ്ഞൊരു വാചകം രസകരമായിരുന്നു. നാദാപുരത്ത് സംഘടനാ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ നാദാപുരത്തുകാരുടെ സ്നേഹം പകരം വെക്കാനില്ലാത്തതാണെന്ന് നിങ്ങളുടെ സാരഥി ഇന്നലെ പറഞ്ഞു വെക്കുകയുണ്ടായി. അതിലെ രണ്ടാമത്തെ വാചകം അത് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു. നാദാപുരത്തുകാർക്ക് ചങ്ക് മറിച്ച് കൂടെ നിൽക്കുമെന്നുള്ളത്. നാടിന്റെ വികസന കാര്യങ്ങൾക്ക് ജാതിക്കും മതത്തിനും അധീനമായി ഈ ജനതയെ ചേർത്ത് പിടിച്ച് ഒരു പുതിയ നാദാപുരം തീർക്കാൻ KM അഭിജിത്ത് നമുക്കൊപ്പം ഉണ്ടാകും.